തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ 346 രൂപയായിരുന്ന പ്രതിദിന വേതന നിരക്ക് 369 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിലാകും. വിനിത വി.ജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾക്കിടയിൽ ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആശ്വാസമാണ്. പറയും. തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 2 മുതൽ 7% വരെയാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. അതായത് നിലവിൽ കേരളത്തിൽ ലഭിക്കുന്നത് 346 രൂപയാണ് പ്രതിദിന വേതന നിരക്ക്. ഇത് കേരളത്തിൽ 369 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ 23 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ 1 മുതൽ ഈ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വേതനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് ഉൾപ്പെടെ പറയുകയാണെങ്കിൽ 7 മുതൽ 26 രൂപ വരെയാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ വർധനവ് വന്നിരിക്കുന്നത്. ഹരിയാനയിൽ 26 രൂപയുടെ വർധനവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒപ്പം അസം, നാഗാലാൻഡ്, തെലങ്കാന എന്നീ 5 സംസ്ഥാനങ്ങളിലും ഈ വേതനത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ 7 രൂപയുടെ വർധനവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹരിയാനയിലാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 26 രൂപ അവിടെ ഈ വർധനവ് ഏർപ്പെടുത്തിയതോടുകൂടി അവിടെ ഈ പ്രതിദിനം 374 രൂപയിൽ നിന്ന് 400 രൂപയിലേക്ക് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.